കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇത് ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. അങ്ങനെ സുധീഷിൻ്റെ വീട്ടിൽ പാമ്പിനെ കണ്ട് നിധി പേടിച്ചു. അങ്ങനെ ഒടുവിൽ അവരൊരു തീരുമാനത്തിലെത്തി. നിധിയുടെ മുറിയിലുള്ള വീടിൻ്റെ ജനവാതിലൊന്ന് മാറ്റിയെടുക്കാമെന്ന്. അങ്ങനെ അവർ ജനവാതിൽ മാറ്റാനും വേണ്ടി ജോലിക്കാരെ കൊണ്ടുവരികയും ജോലി തുടരുകയും ചെയ്യുകയാണ്. ജോലി ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഗംഗാധരനും ലളിതയും വരുന്നുണ്ട്. എന്നിട്ട് ലളിത ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ കാണിക്കുന്നത്, വീട് പൊളിച്ച് പണിയുകയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ദേഷ്യത്തോടു കൂടി ഭാസ്കരൻ പറയുന്നുണ്ട്, അതേടി വീട് പൊളിക്കുകയാണ്, ഇത് എൻ്റെ വീടല്ലേ, അപ്പോൾ എനിക്ക് എൻ്റെ വീട് എന്തും ചെയ്യാമെന്ന് പറയുകയാണ്. അപ്പോൾ ദേഷ്യത്തോടു കൂടി ലളിത പറയുന്നുണ്ട്, ഇത് നിങ്ങളുടെ വീടോ, ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ട വീടാണ്, നിങ്ങൾക്ക് എഴുതി തന്നിട്ടൊന്നുമില്ലല്ലോ ഈ വീട്, ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം എന്നൊക്കെ ലളിത ദേഷ്യത്തോടു കൂടി ഭാസ്കരനോട് പറയുന്നുണ്ട്. അപ്പോൾ ദേഷ്യത്തോടു കൂടി ഭാസ്കരൻ പറയുകയാണ്, ഇത് എൻ്റെ വീടാണ്, എൻ്റെ വീട്ടിൽ എനിക്കിഷ്ടമുള്ളത് ചെയ്യും, ഞാൻ നിൻ്റെ വീട്ടിലോട്ടേക്കൊന്ന് വന്ന് നിൻ്റെ വീട്ടിലുള്ള ജനവാതിലൊന്നും ഒളിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, നീയും നിൻ്റെ വീട്ടിലുള്ളവരും കൂടി ചേർന്ന് ഈ വീടൊക്കെ പൊളിച്ച് പണിയല്ലോ എന്ന് പറയാണ്. ഇപ്പോൾ ഒരുപാട് ജോലിക്കാരൊക്കെ കൊണ്ട് വന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ഗംഗാധരൻ. ആ സമയത്ത് സുഭാഷ് പറയാണ്, ഞങ്ങൾ വല്യച്ഛ വീട് പൊളിക്കൊന്നുമല്ല, ഈ ജനവാതിലൊന്നും മാറ്റുകയാണ്, അത് പൊളിഞ്ഞാടാനയക്കണേ, അപ്പോൾ ആ ജനവാതിലൊന്നും മാറ്റുകയാണ് എന്ന് പറയണേ. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അവരോട് എന്തിനാ അത്രയും സ്നേഹത്തിൽ പറയേണ്ട ആവശ്യം. സുധീഷ് പറയും, ഇത് ഞങ്ങളുടെ വീട്, ഇത് നിങ്ങളുടെ വീടല്ല, ഞങ്ങളാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്, ഇറങ്ങിപ്പോയെന്ന് ദേഷ്യത്തോടു കൂടി സുധീഷ് പറയും. അപ്പോൾ ഗംഗാധരൻ പറയും, ഇത് നിങ്ങളുടെ വീടോ, ഏത് അവകാശത്തിലാണ് ഇത് നിങ്ങളുടെ വീടായത്. അപ്പോൾ ഹരീഷ് പറയും, അതെ ഇത് ഞങ്ങളുടെ വീട്, ഞങ്ങളല്ലേ ഇവിടെ താമസിക്കുന്നത്, അപ്പോൾ ഇത് ഞങ്ങളുടെ വീട്, നിങ്ങളുടെ വീട് ഇവിടെയാണോ, നിങ്ങൾക്കും സ്വന്തമായിട്ട് വീടില്ലേ, അതാണ് നിങ്ങളുടെ വീട്. ദേഷ്യത്തോടു കൂടി ലളിത പറയും, ഇത് നിങ്ങളുടെ വീടോ, ഇത് ആരുടെ വീടാണെന്ന് ഇതുവരെ കോടതി തീരുമാനിച്ചിട്ടില്ലല്ലോ, കോടതിയിൽ കേസ് നടക്കുന്നതല്ലേ ഉള്ളൂ, അപ്പോൾ എങ്ങനെ ഇത് നിങ്ങളുടെ വീടാകുന്നത്. ഈ നിൽക്കുന്ന നിങ്ങളുടെ അച്ഛനില്ലേ, അയാൾ കള്ളു കുടിച്ച് എല്ലാം നശിപ്പിച്ചതാണ്, അയാളോട് ചോദിക്ക് ഇത് ആരുടെ വീടാണെന്നൊക്കെ. സുഭാഷ് പറയും, ആ മുറിയിൽ പാമ്പിനെ കണ്ടിരുന്നു, അപ്പോൾ നിധിക്ക് അത് പേടിയായതുകൊണ്ടാണ് ഈ ജനവാതിൽ മാറ്റുന്നത്, ഇടയ്ക്കിടയ്ക്ക് പാമ്പിനെയൊക്കെ കാണുന്നുണ്ട്, അപ്പോൾ ഈ ജനവാതിൽ മാറ്റിയാൽ അകത്തോട്ടേക്ക് പാമ്പ് വരില്ലല്ലോ, അതുകൊണ്ടാണ് ഇത് മാറ്റുന്നതെന്ന് സുഭാഷ് അവരോട് പറയും. അപ്പോൾ ഗംഗാധരൻ പറയും, പാമ്പൊക്കെ ഉണ്ടെങ്കിൽ എങ്കിൽ ഈ വീട്ടിൽ നിന്നും പൊയ്ക്കോ എന്ന് പറയും. അപ്പോൾ ദേഷ്യത്തോടു കൂടി ഭാസ്കരന് ഗംഗാധരൻ്റെ അടുത്തോട്ടേക്ക് ഭാസ്കരൻ ദേഷ്യത്തോടു കൂടി പറയും, ഇത് എൻ്റെ അച്ഛന് എനിക്ക് തന്ന വീടാണ്, ഇവിടെ പാമ്പ് വരും, എലി വരും, പല്ലി വരും, ഇതെല്ലാം അത് നോക്കേണ്ടതും എടുത്ത് കളയേണ്ടതും എൻ്റെ കടമയാണ്, നിങ്ങൾക്കും വീടുണ്ടല്ലോ, അങ്ങോട്ടേക്ക് പൊയ്ക്കോ എന്ന് ദേഷ്യത്തോടു കൂടി ഭാസ്കരൻ പറയണേ. അങ്ങനെ ഭാസ്കരനും ഗംഗാധരനും ലളിതയും അവിടെ വെച്ച് ഒരുപാട് വഴക്ക് കൂടുന്ന സമയത്ത് ലളിത ഗംഗാധരനെ പിടിച്ച് വലിച്ചു കൊണ്ട് പോകും. അപ്പോൾ ലളിത പറയും, നിനക്ക് ഞാൻ കാണിച്ചു തരാം എന്ന് ഭാസ്കരനോട് പറയും. പോടി എന്ന് ദേഷ്യത്തോടു കൂടി ഭാസ്കരൻ മറുപടി കൊടുക്കും. അവർ പോയതിനു ശേഷം ഗംഗാധരൻ മേനോൻ പറയും, പോയി ജോലി എടുക്കടാ എന്ന് പറഞ്ഞ് ജോലിക്കാരനെ ജോലി എടുപ്പിക്കും. സുധീഷ് സുഭാഷിനോട് പറയും, ഏട്ടൻ പോയി ജോലി എടുക്ക്, ഇത് നമുക്ക് കൈകാര്യം ചെയ്യാനേ ഉള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പം നോക്കാം. അങ്ങനെ സുഭാഷ് ചെന്ന് ജോലി എടുക്കും. ആ സമയത്താണ് അങ്ങോട്ടേക്ക് പോലീസ് വരുന്നത്. ഇവിടെ ലളിതയും ഗംഗാധരനും ഉണ്ടാകും. ക്ഷത്തിലെ ഭാസ്കരൻ പറയും, എനിക്കറിയാമായിരുന്നു നീ ഇപ്പോൾ പോയി പോലീസിനെ കൊണ്ടുവരുമെന്ന്, എന്തിന് പോലീസിനെയൊക്കെ പേടിക്കണം എന്ന് പറയും. സുഭാഷ് ഭാസ്കരനോട് പറയും, അച്ഛൻ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്. എന്നിട്ട് സുഭാഷ് പോലീസിനോട് പറയും, അച്ഛനക്ക് പ്രായമായതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നതെന്ന്. അപ്പോൾ പോലീസ് പറയും, പ്രായമായാലും പോലീസിനോടൊരു മാന്യതയിലൊക്കെ സംസാരിക്കണ്ടേ, ഞാൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമെന്ന് പറയും. അപ്പോൾ ഭാസ്കരൻ പറയും, അത് എനിക്കൊരു വിഷയമല്ല എന്ന് പറയും. അപ്പോൾ ഗംഗാധരൻ പറയും, അവന് ഇടയ്ക്കിടയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി വരുന്നതാണ്. അങ്ങനെ ലളിത പറയും, സർ ഞാനാണ് കംപ്ലൈൻറ്റ് തന്നത്, ഇയാൾ ഞങ്ങളുടെ വീട് ഇതാ പൊളിച്ച് പണിയുകയാണെന്ന് പറയും. ആ സമയത്ത് ഗംഗാധരൻ പറയും, അതെ സർ ഇയാൾ പൊളിക്കുകയാണെന്ന് പറയും, ഇത് ഞങ്ങൾക്ക് 3 പേർക്കും അവകാശപ്പെട്ട വീടാണ്, ഈ വീടിൻ്റെ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഈ വീട്ടിൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഗംഗാധരൻ പോലീസിനോട് പറയാണ്. ഗംഗാധരൻ മേനോൻ പറയും, ഈ വീട് സീൽ ചെയ്യാൻ വേണ്ടി കോർട്ടറിന് നോട്ടീസ് വന്നിരിക്കുകയാണ് സർ. അപ്പോൾ പോലീസ് ചോദിക്കും, നിങ്ങളുടെ അടുത്ത് നോട്ടീസ് ഉണ്ടോ. അപ്പോൾ ലളിത പറയും, ഇതാണ് സർ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കും. പോലീസ് അത് വായിച്ചുകൊണ്ട് പറയും, ഇവർ പറഞ്ഞത് ശരിയാണ്,
ഈ വീട്ടിൽ ഇനി ഒരു ജോലിയും നടക്കാൻ പറ്റില്ല എന്ന് പറയണേ. അപ്പോൾ ഭാസ്കരൻ ചോദിക്കുകയാണ്, ഇവർ സാറിന് കൈക്കൂലി തന്നിട്ടുണ്ടാകും. ഭാസ്കരൻ പറയും, എൻ്റെ അച്ഛൻ മരിക്കുന്നതിന് മുന്നേ എന്നോട് പറഞ്ഞതാണ് ഇത് എനിക്കുള്ള വീടാണെന്ന്. അപ്പോൾ ഗംഗാധരൻ പറയും, ആ അച്ഛൻ മരിക്കുന്നതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടാവും നിന്നോട് ഇത് നിനക്കുള്ള വീട്. ഗംഗാധരൻ മേനോൻ പറയും, അങ്ങനെ അച്ഛൻ പറഞ്ഞിരുന്നു എങ്കിൽ അതിനൊരു തെളിവ് വേണം. അതിന് വേണ്ടിയിട്ട് അത് നീ മുദ്ര പേപ്പറിൽ എഴുതിക്കണമായിരുന്നു. അത് നീ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ പോലീസും പറയും, അതെ അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെയായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കേസ് കൊടുത്ത് നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാമായിരുന്നു എന്ന് പറയും. അപ്പോൾ സുഭാഷ് പറയും, സർ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പാമ്പ് വരുന്നുണ്ട്, അതുകൊണ്ട് ആ ജനലൊന്ന് ചെറിയൊരു പണി എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ലളിത പറയും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീട് ആരുടേതാണെന്ന് കോടതി വിധി വരുന്നത് വരെ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും പോയി താമസിക്കാം. പോലീസ് പറയും, അതന്നെ അവർ പറയുന്നത് ശരിയാണല്ലോ, ഇതിൻ്റെ വിധി വരുന്നത് വരെ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും താമസിക്കാമല്ലോ. അപ്പോൾ ഭാസ്കരൻ പറയും, നിങ്ങൾ വന്നത് മുതൽ അവർക്ക് വേണ്ടിയിട്ടാണല്ലോ സംസാരിക്കുന്നത്. അവർ നിങ്ങളുടെ ആൾക്കാരായതുകൊണ്ടായിരിക്കുമല്ലേ അവർക്ക് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ സംസാരിക്കുന്നത്. ഭാസ്കരൻ പറയും, ഇത് എൻ്റെ പേരിൽ അച്ഛൻ എഴുതി തന്നിട്ടുണ്ട് മുദ്ര പേപ്പറിൽ എന്ന് പറയും. അപ്പോൾ ലളിതയും അതുപോലെ ഗംഗാധരൻ മേനോൻ പറയും, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ പോലീസ് പറയും, എങ്കിൽ ആ മുദ്ര പേപ്പർ ഇങ്ങോട്ട് എടുക്കുക, ഞാനൊന്ന് നോക്കട്ടെ എന്ന്. അപ്പോൾ ഭാസ്കരൻ പറയും, അത് എവിടെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മളുടെ ഗംഗാധരൻ പറയും, അവൻ പറയുന്നത് ഫുള്ളും കള്ളാണെന്ന് പറയും. അപ്പോൾ സുഭാഷ് പറയും, ഞങ്ങളിവിടെ ചെറിയ ചെറിയ ജോലികൾ മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഗംഗാധരൻ മേനോൻ പറയും, ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് നിങ്ങളൊടുവിൽ ഈ വീട് പൊളിക്കും. ഗംഗാധരൻ മേനോൻ പറയും, ഞാനിവിടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ വീട് ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെന്ന്. അപ്പോൾ ദേഷ്യത്തോടു കൂടി ഭാസ്കരൻ പറയും, നിന്നെ ഇന്ന് ഞാൻ കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വടിയെടുക്കാനും വേണ്ടിയിട്ട് ചെല്ലും. ഭാസ്കരൻ ഓടിച്ചെന്ന് ഭാസ്കരനെ സുഭാഷും സുധീഷും അതുപോലെ ഹരീഷും പിടിച്ചു. ലളിത പറയും, സാറ് കണ്ടില്ലേ, സാറുടെ മുന്നിൽ വെച്ച് അയാൾ ഞങ്ങളെ ചെയ്യുന്നത്. സ്വന്തം ഭാര്യയെ കൊന്ന ആളാണെന്ന് പറയും. ഇയാൾ പെരും കള്ളനാണ്, ഇയാളുടെ പേരിലൊന്നും ഞങ്ങളുടെ അച്ഛന് സ്വത്ത് എഴുതി വെച്ചിട്ടുണ്ടാവില്ല സർ എന്ന് ലളിത പോലീസിനോട്. ഭാസ്കരൻ ലളിതയോട് പറയും, നീ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടോ ലൊടി എന്ന് പറയും. അപ്പോൾ ലളിത പറയും, സാറേ കേട്ടില്ലേ ഇയാൾ പറയുന്നതെന്ന്. അപ്പോൾ ദേഷ്യത്തോടു കൂടി ഭാസ്കരൻ ലളിതയെ തല്ലാൻ ചെല്ലും. അപ്പോൾ ലളിത പോലീസിനോട് പറയും, സർ ഇയാൾ കാണിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ പോലീസ് പറയും, നിർത്ത്. പോലീസ് പറയും, നിങ്ങളെന്തിനാ ദേഷ്യത്തോടു കൂടി അവരെ തല്ലാൻ ചെല്ലുന്നത്, ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് എല്ലാവരും പോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള ജോലിക്കാരെയൊക്കെ പോലീസ് പറഞ്ഞേക്കും. സുഭാഷ് പോലീസിനോടും അതുപോലെ ലളിതയോടും ഗംഗാധരനോടും പറയും, ഈ ജനൽ മാത്രമാണ് ഞങ്ങൾ മാറ്റുന്നത്, വേറെ ഒന്നും മാറ്റുന്നില്ലെന്ന്. അപ്പോൾ പോലീസ് പറയും, നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കുകയെന്ന്. അപ്പോൾ ഭാസ്കരൻ പറയും, അവരോട് കെഞ്ചാൻ നിനക്കെന്താടാ നാണമില്ലേ. ലളിത പറയും, സാറേ ഇവനെ എൻ്റെ മകളെ ചാടിക്കൊണ്ട് പോകാൻ നോക്കിയിരുന്നെന്ന് പറയും. അപ്പോൾ ഭാസ്കരൻ പറയും, നീ വല്ലാതെ അങ്ങ് സംസാരിക്കാൻ നിൽക്കണ്ട, ഞാൻ നിൻ്റെ മകളുടെ വീട്ടിലോട്ടേക്ക് അങ്ങോട്ട് ചെല്ലും, അതിന് വേണോ എന്ന് പറയാം. അപ്പോൾ ലളിത ഒന്ന് പേടിക്കും. പോലീസുകാർ അവരോട് പറയും, നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇപ്പോൾ തന്നെ ഇറങ്ങിക്കോ എന്ന് പറയും. അപ്പോൾ സുഭാഷ് പറയും, ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് സാറേ എങ്ങോട്ടേക്ക് പോകാനാണെന്ന് പറയും. അങ്ങനെ ദേഷ്യത്തോടു കൂടി ഭാസ്കരൻ ആ സമയത്ത് ലളിതയെ പിടിച്ച് തള്ളുന്നുണ്ട്. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.